മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇന്ന് കിരീട യുദ്ധം എന്ന് പറയുന്ന ടാസ്കിന്റെ രണ്ടാമത്തെ റൗണ്ട് നടന്നിരിക്കുകയാണ്. ഈ റൗണ്ടിൽ 2 തൊപ്പികളാണ് തട്ടിയെടുക്കേണ്ടത്. അങ്ങനെ 2 ടീമുകളായിരിക്കും ഇന്ന് ഈ ടാസ്കിൽ നിന്നും ഔട്ടാകുന്നത്. ഇന്നലത്തെ പ്ലാനിങ്ങിൽ നിന്നും നമുക്ക് ഒരു കാര്യം വ്യക്തമായിരുന്നു. എല്ലാവരും ജിസേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും പ്ലാനിങ് അനുസരിച്ചൊന്നും നടന്നില്ല. വലിയ ഗ്രൂപ്പ് അറ്റാക്കൊന്നും ജിസേലിൻ്റെ നേരെ നടന്നില്ല. പക്ഷേ നമ്മുടെ അഭിലാഷ് ഇന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് ജിസേലിനെ തന്നെയാണ്. കാരണം അവരുടെ ഗ്രൂപ്പിനൊരു കോർഡിനേഷൻ ഇല്ല. ജിസേൽ, അനുമോൾ, ശൈത്യ ഇതാണ് അവരുടെ ടീം. ശൈത്യയും അനുമോളും തമ്മിലുള്ള പ്രശ്നം കാരണം പരസ്പരം സംസാരിക്കില്ല. കൂടാതെ ഇന്ന് വൈൽഡ് കാർഡുകൾ അനുമോൾക്കൊരു പണി കൊടുത്തിരിക്കുന്നത് തന്നെ അനുമോൾക്ക് സംസാരിക്കാനും സാധിക്കില്ല. പിന്നെയുള്ളത് ജിസേലാണ് ക്യാപ്റ്റൻ. അതുകൊണ്ട് ജിസേലിന് അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല. ജിസേലിനെയാണ് എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത്. എന്തായാലും ബസർ അടിച്ചപ്പോൾ മുതൽ നമ്മുടെ അഭിലാഷ് ജിസേലിൻ്റെ പുറകെയായിരുന്നു. ജിസേൽ രക്ഷപ്പെടാൻ വേണ്ടി ഡൈനിങ് ടേബിളിന് മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. എന്തായാലും ജിസേലിനെ അഭിലാഷ് അറ്റാക്ക് ചെയ്ത് ജിസേലിൻ്റെ ക്യാപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ആ അറ്റാക്കിൻ്റെ ഇടയിൽ പാത്രം പൊട്ടിയാണെന്ന് തോന്നുന്നു. എന്താണെന്ന് നമുക്ക് ലൈവിൽ നിന്നും വ്യക്തമല്ല. അത് നമ്മളെ കാണിച്ചിട്ടില്ല. ജിസേലിൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ച് വേണമെന്നാണ് ഡോക്ടർ അറിയിച്ചിരിക്കുന്നത്. ഫ്ലോറിൽ എന്തായാലും പാത്രം, ഒരു ബൗൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ പാത്രം പൊട്ടിക്കിടക്കുന്നതും കാണാം. എനിക്ക് തോന്നുന്നു അതിൻ്റെ ചില്ലെന്തോ കൊണ്ട് ജിസേലിൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വലിയ മുറിവാണെന്ന് തോന്നുന്നു. അതാണ് സ്റ്റിച്ച് വേണമെന്ന് പറഞ്ഞത്. ഇന്നത്തെ റൗണ്ടിൽ രണ്ടാമത് ഔട്ടായിരിക്കുന്നത് നമ്മുടെ രേണു സുധിയുടെ ടീമാണ്. അതായത് അക്ബർ, ഷാനവാസ്, രേണു സുധി. അക്ബർ മാക്സിമം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രോമോയിലൂടെയും കാണാം, ലൈവിലൂടെയും കാണാം. പക്ഷേ ക്യാപ്പിൻ്റെ പകുതി ഓൾറെഡി അറ്റാക്ക് ചെയ്ത് അവർ ഹുക്ക് ചെയ്തിരുന്നു. ക്യാപ്പ് ഹുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ലോക്ക്ഡാണ്. അവിടെ നിന്ന് എടുക്കാൻ സാധിക്കില്ല. എന്തായാലും ഇന്നത്തെ റൗണ്ടിൽ നിന്ന് അങ്ങനെ നമ്മുടെ ജിസേലിൻ്റെയും രേണുസുധിയുടെയും ടീമുകൾ ഔട്ടായിരിക്കുകയാണ്. ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ലാഞ്ഞിട്ടും ഇത്രയും ഫിസിക്കൽ അറ്റാക്കുകൾ സംഭവിച്ചിട്ടും ബിഗ് ബോസ് ഇതിൽ ഇടപെട്ടിട്ടില്ല. ബിഗ് ബോസ് ഫിസിക്കൽ അറ്റാക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ടും ഇന്ന് ഇത്രയും ഫിസിക്കൽ അറ്റാക്ക് നടന്നിട്ടും ജിസേലിൻ്റെ ടീമിനെയും അക്ബറിൻ്റെ ടീമിനെയും ഔട്ടാക്കിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് ബിഗ് ബോസ് ആ ഒരു തീരുമാനം എടുക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായില്ല. ബിഗ് ബോസ് ഈ കാര്യത്തിൽ ഇപ്പോഴും ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാളത്തെ റൗണ്ടിലും ഇതുപോലെ തന്നെ ഫിസിക്കൽ അറ്റാക്ക് ഇവർ ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഈ ടാസ്ക് എങ്ങനെയും വിജയിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഈ കാര്യത്തിൽ ബിഗ് ബോസ് ഇപ്പോഴെങ്കിലും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാളെ ഇതിലും വലിയ പ്രശ്നമാകാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ബിഗ് ബോസ് എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവാം. അതാവാം ഒന്നും മിണ്ടാതിരിക്കുന്നത്. അങ്ങനെ ഈ ടാസ്കിൽ നിന്നും 3 ടീമുകൾ ഇപ്പോൾ ഔട്ടായിരിക്കുകയാണ്. ഇനി ബാലൻസ് ഉള്ളത് 3 ടീമുകൾ മാത്രമാണ്. ഇന്നലെ ഔട്ടായ നമ്മുടെ അനീഷിൻ്റെ ടീം, ഇന്ന് ഔട്ടായിരിക്കുന്നത് രേണുവിൻ്റെയും ജിസേലിൻ്റെയും ടീമുകളാണ്. നാളെ അടുത്ത റൗണ്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.